ഇനി കാണാൻ പോകുന്ന കുടുംബശ്രീ ലേറ്റസ്റ്റ് എപ്പിസോഡ് അറിയണം. അപ്പോൾ ഇനി കാണാൻ പോകുന്ന എപ്പിസോഡ് നമ്മൾ ആരും ഒരിക്കലും സത്യഭാമ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് സത്യഭാമ ചെയ്യാൻ പോകുന്നത്. കാരണം സത്യഭാമ ഒരു ഭിക്ഷക്കാരിയുടെ രൂപത്തിലേക്ക് എത്തുന്നു എന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പം തൻ്റെ മകൻ്റെ ജീവിതം നശിപ്പിച്ചതിൻ്റെ സർവ്വ കുറ്റബോധങ്ങളുള്ള സത്യഭാമയുടെ വീഴ്ചയും പതനം തന്നെയാണ് ഇനി കാണാൻ പോകുന്ന എപ്പിസോഡിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ എന്ന ശത്രുവിൻ്റെ ഒരു റീ എൻട്രിയാണ്, അതൊരു മാസ് റീ എൻട്രിയാണ്. ഇനി സുസ്മിത കൊടുക്കാനുള്ള പാരകളൊക്കെയാണ് ഇനി അങ്ങോട്ടുള്ള എപ്പിസോഡിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതിന് ഷാലിനി എങ്ങനെ അടിച്ചൊതുക്കുന്നു എന്നത് നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ രീതികൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ പ്രസ് നിങ്ങൾക്ക് കമൻസ് ഷെയർ ലൈസിന് ആരും മറക്കണം. അപ്പം എപ്പിസോഡിൻ്റെ ഒരു ചെറിയൊരു ബ്രീഫ് ഒന്ന് പറയാം. ഇനി കാണാൻ പോകുന്ന എപ്പിസോഡിനകത്ത് വിഷ്ണു എന്താണ് അറസ്റ്റിനകത്തായിരിക്കുകയാണ്. അപ്പം വിഷ്ണുവിനെ കാണാൻ ആദ്യം തന്നെ ഷാലിനി വരണം. അപ്പോൾ ഷാലിനി പറയുന്നത് താനാണ് നിശ്ചയിക്കുന്നത് തൻ്റെ സമയത്താണ് താൻ വിഷ്ണുവായിട്ട് എത്ര നേരം സംസാരിക്കുന്നത്. കാരണം തൻ്റെ സബോർഡിനേറ്റ് ഓഫീസറായിട്ടുള്ള ഈ ചന്ദ്രബോസ് എന്ന് പറയുന്ന വ്യക്തിക്ക് തൻ്റെ സമയം നിശ്ചയിക്കാനായിട്ടുള്ള ഒരു അവകാശമില്ല. ഷാലിനി തന്നെ വിഷ്ണു കണ്ട് സംസാരിക്കും. പിന്നെ അപ്പോഴത്തേക്കും ഷാലിനി ബെയിലിൻ്റെ കാര്യം നോക്കാമെന്ന് പറയുമ്പോൾ ചന്ദ്രബോസ് ഇടപെട്ട് പറയണം, മാഡം ബെയിൽ ഒരിക്കലും കിട്ടത്തില്ല. കാരണം പ്രതിയുടെ മുൻകാല ജീവചരിത്രം വെച്ച് നോക്കുമ്പോൾ ഇഷ്ടംപോലെ ഗുണ്ട ആക്ട് പ്രകാരം പോലും പോകേണ്ട വ്യക്തി ആയതുകൊണ്ട് അങ്ങനെ മുൻകൂർ ജാമ്യത്തിന് മാഡത്തിന് അപേക്ഷിക്കാൻ പറ്റത്തുമില്ല. അതുകൊണ്ട് ഈ കാലത്ത് ജാമ്യം കിട്ടാൻ ഒരു വകുപ്പും ഇല്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അപ്പം നല്ലപോലെ കുടുക്കിയിരിക്കും. ഇതിൻ്റെ പിറകിൽ മാസ്റ്റർ ബ്രെയിൻ ആരാന്ന് കണ്ടുപിടിക്കുന്ന ഷാലിനി വിഷ്ണുവിന് ഉറപ്പ് കൊടുത്ത് ചന്ദ്രബോസിനെ മുന്നിൽ വെല്ലുവിളിച്ചിട്ട് ഷാലിനി ഇറങ്ങുന്നതാണ് കാണിക്കുന്നത്. അതിനുശേഷം ഉടൻ തന്നെ സത്യഭാമയുടെ എൻട്രിയാണ്. അപ്പോൾ സത്യഭാമ വരുമ്പോഴത്തേക്കും അവിടെ വാതിൽ നിൽക്കുന്ന പോലീസുകാരൻ മുന്നിൽ സത്യഭാമ എടുത്ത് ആരാ എന്തുവാ ഞാൻ വിഷ്ണു എന്ന പേരുള്ള ഒരു പോലീസ് ഓഫീസർ ഇവിടെ ഇല്ലല്ലോ, അല്ല പ്രതിയാണെന്ന് പറയുമ്പോഴേ പ്രതിയെ കാണാൻ വേണ്ടാന്ന് ഇത്ര വലിയ രീതിക്കത്ത് വരുന്നത്. അപ്പം എന്താണ് സത്യഭാമ ആരായെന്ന് അറിയുന്നത്, ജന്മിയായ സത്യഭാമ അറിയാത്തൊരു പോലീസുകാരൻ എന്നൊരു ആക്ഷനൊക്കെയാണ് അവിടെ കാണിക്കുന്നത്. അപ്പോഴത്തേക്കും ചന്ദ്രബോസിന് ഒരു ഏറ്റുമുട്ടലാണ്. എന്നാൽ ചന്ദ്രബോസ് പറയും, സത്യഭാമയോ, ഇതെന്താ ഇങ്ങോട്ടേക്കൊക്കെ കാണാൻ പറ്റത്തില്ല, വിഷ്ണുവിനെ കാണാൻ ഇപ്പോൾ ഒരാൾ കണ്ടിട്ട് പോയതേ ഉള്ളൂ, ചുമ്മാ ഒരു ദിവസം തന്നെ എത്ര പേർക്കാണ് ഒരു പ്രതിയെ കാണിച്ചു കൊടുക്കാൻ പറ്റുന്നത്, അതൊന്നും പറ്റത്തില്ല എന്ന് വെച്ചിട്ട് ഇന്ന് വരെ ഇല്ലാത്തൊരു പുതിയ നിയമമൊക്കെയാണ് ചന്ദ്രബോസ് അവിടെ എന്താണ് പറഞ്ഞ് കേൾക്കുന്നത്. അപ്പോഴത്തേക്കും സത്യഭാമയ്ക്കാണെങ്കിൽ ഭയങ്കര ചൊറിച്ചിൽ വന്ന് നിൽക്കുവാണ് കേട്ടോ. സത്യഭാമ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത രീതിയിൽ ഭയങ്കര താഴ്ന്നതാക്കി സത്യഭാമ ലാസ്റ്റ് എന്താണ് ചന്ദ്രബോസിന് മുന്നേ ഒന്ന് ദയവ് ചെയ്ത് എന്താണ് അനുവദിക്കണമെന്ന് എന്നിട്ട് ഭയങ്കര കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രബോസ് അയ്യോ സത്യഭാമ നിങ്ങളുടെ മുഖത്തിന് ഈ ഭാവം ഒന്നും ചേരത്തില്ല, നിങ്ങളുടെ ആ ഒരു ഗൗരവം ആ ഒരു എന്താണ് ഭയങ്കര ധാഷ്ട്യമൊക്കെ തന്നെ നിങ്ങൾക്ക് ചേരുന്നത്, ഇവർ നാട്ടിൽ വലിയ ജമ. പിന്നെ ഇവിടെ സ്റ്റേഷനകത്തുണ്ടല്ലോ, ഇത് മാതൃകാപരമായ സ്റ്റേഷനാണ്, ഗാന്ധിയുടെ എല്ലാ ഐഡിയോളജിയും ഫോളോ ചെയ്യുന്ന ഒരു സ്റ്റേഷൻ ആയതുകൊണ്ട് ഇവിടെ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ എന്ന ഒരു ഏറ്റത്താഴ്ച കുറവുകളും ഇവിടെ പാലിക്കാത്ത സ്റ്റേഷനാണ്, അതും എൻ്റെ സ്റ്റേഷൻ പരിധി ആയതുകൊണ്ട് ഇവിടെ അത്രയ്ക്ക് നല്ലതെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ സത്യഭാമയുടെ മുന്നേ എനിക്ക് നോ എന്ന് പറയാൻ പറ്റില്ല, നിങ്ങളെപ്പോലത്തെ വലിയ ആൾക്കാരുടെ മുന്നേ നോ പറയാൻ പറ്റുമെന്നുണ്ട് സത്യഭാമ അങ്ങ് ചന്ദ്രബോസിൻ്റെ ഔദാര്യത്തെ കയറ്റി വിടുക എന്ന് സത്യഭാമയും കൂടെ ബോധ്യപ്പെടുത്തി കൊടുത്തുകൊണ്ട് ചന്ദ്രബോസ് എന്ന സത്യഭാമയെ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ സത്യഭാമ എന്താണ് നേരെ വിഷ്ണുവിൻ്റെ അടുത്ത് പോകും, വിഷ്ണു അങ്ങ് മുഖം തിരിച്ചങ്ങ് ജയിലിൽ സെല്ലിനകത്തിരിക്കുകയാണ്. മോനെ എന്നെ നോക്കടാ, അമ്മയ്ക്ക് നീ ഇല്ലാതെ എങ്ങനെയാടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അവിടെ നിന്ന് കരയാണ്. സത്യഭാമ അങ്ങ് തറയങ്ങ് കുത്തിയിരിക്കുക. തറയെ കുത്തിയിരുന്നിട്ട് നേരെ ആ സെല്ലിൻ്റെ ആ ഒരു ജയിലിൻ്റെ ആ ഒരു കമ്പിയുടെ അകത്തേക്ക് കൈയിട്ട് മോൻ്റെ തോളിലൊക്കെ കൈവയ്ക്കുമ്പം വിഷ്ണു എന്താണ് മുഖം പോലും തിരിച്ച് കാണിക്കുന്നില്ല. എനിക്ക് അമ്മയെ കാണണ്ടെന്നല്ലേ പറഞ്ഞു, ഇങ്ങോട്ടേക്ക് വരണ്ട, എന്നെ കാണാൻ വരണ്ട, എൻ്റെ പിറകെ വരണ്ട. അപ്പം വിഷ്ണുവിനങ്ങ് ദേഷ്യം വിഷ്ണു എന്താണെന്ന് അറിയോ, ഞാൻ ഈ കുറ്റങ്ങളൊക്കെ ഏറ്റെടുത്ത് ഇവിടെ കിടന്ന് കൊലക്കയറ് കിട്ടിയാലും വേണ്ടിയില്ല, നിങ്ങൾ എനിക്ക് കാണണ്ട. അപ്പോഴത്തേക്കും വിഷ്ണു പറയാം, എടാ ഞാൻ നിൻ്റെ നല്ല ജീവിതത്തിന് വേണ്ടി ആ നല്ല ജീവിതം ആണെന്നല്ല ഇപ്പം അനുഭവിക്കുന്നത്, ആ നല്ല ജീവിതം അനുഭവിക്കുന്നത് ഇപ്പം ജയിലിനകത്ത് കിടന്നാന്ന് മാത്രമേ ഉള്ളൂ, അമ്മയ്ക്ക് ഇതേ കണ്ടാൽ പോരെ, അമ്മ ആഗ്രഹിച്ച പോലെ ഷാലിനെ വിവാഹം കഴിച്ചില്ല, അത് പോരെ, അമ്മയ്ക്ക് അതല്ലേ സമാധാനം. എടാ ഞാൻ നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവണമെന്നില്ല, എന്താ അമ്മയെ നല്ല ജീവിതം, എന്നെ ഷാലിനെ തമ്മിൽ അകറ്റിയിട്ടുള്ള എന്ത് നല്ല ജീവിതം അമ്മ എനിക്ക് ഉണ്ടാക്കി തരയ്ക്കുന്നത്. അമ്മയുടെ ഞാൻ ഒരു കാര്യം പറയാം, അമ്മയ്ക്ക് എന്ന് ഷാലിനെ അംഗീകരിക്കാൻ കഴിയുന്നു അന്ന് മാത്രമേ എനിക്ക് അമ്മയുടെ ഈ സ്നേഹം എനിക്ക് അംഗീകരിക്കാൻ പറ്റത്തുള്ളൂ എന്ന് വിഷ്ണു ഒരു കടുത്ത സ്റ്റാൻഡ് എടുക്കുക. ഇത്രയും നാൾ ഇതിന് മുന്നേ പറയേണ്ട ഒരു കാര്യമാണ്, ഷാലിനെ അംഗീകരിക്കണം എന്നത് അമ്മയുടെ ആവശ്യപ്പെടേണ്ട കാര്യമായിരുന്നു. ഇന്നാണ് വിഷ്ണു സ്ട്രോങ് ആയിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്, അതിനൊരു ജയിൽ കമ്പികളുടെ ആവശ്യം വന്നു എന്നതാണ് ഏറ്റവും വലിയ രസകരമായ കാര്യം. അപ്പോൾ സത്യഭാമ അവിടെ നാണം കെട്ട് പോവാണ്. സത്യഭാമ എത്ര വിളിച്ചിട്ടും സത്യഭാമ എത്ര കാലി പിടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ നിൻ്റെ പെറ്റ അമ്മയിലേടാ, എന്നോടൊന്ന് സംസാരിക്കണം വിഷ്ണു, മോനെ നീ ഇങ്ങനെ കാണിച്ച അമ്മയുടെ മനസ്സ് തകർന്നു എന്നൊക്കെ പറഞ്ഞിട്ടും എൻ്റെ മനസ്സിനെ വീണ്ടും തന്നിലേക്ക് അടുപ്പിക്കാൻ സത്യഭാമയ്ക്ക് ഒരു രീതിയിലും കഴിഞ്ഞില്ല എന്നുള്ളതും സത്യഭാമ വൻ പരാജയമായി തിരിച്ച് വീണ്ടും വീട്ടിലേക്ക് മടങ്ങുന്നതിന് കാണിക്കുന്നത്. അപ്പം വീട്ടിലെ എല്ലാവരും ചർച്ച ചെയ്യുന്നത് വിഷ്ണുവിനെ തിരിച്ച് കൊണ്ടുവരുമൊക്കെയല്ലേ. അപ്പോഴത്തേക്കും ക്ഷമ പറയുന്നുണ്ട് കുഞ്ഞിച്ചി പോയിട്ടുണ്ട്, ബെയിലിന് വേണ്ടി തന്നെ പോയിരിക്കുകയാണ്, വിഷ്ണുട്ട് ഉറപ്പായിട്ട് സത്യഭാമയുടെ കൂടെ തന്നെ വരും എന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും വിഷ്ണുവിനെയും കൊണ്ട് സത്യഭാമ തിരിച്ചു വരുന്നതാണ് അവിടെ രാഘവേട്ടും ശ്യാമയും രോഹിതൊക്കെ പ്രതീക്ഷിക്കുന്നത്. അപ്പോഴത്തേക്കും പപ്പിയോളം ചോദിക്കും വിഷ്ണു വെച്ചിട്ട് വിട്ടില്ലെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഇപ്പം കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുമ്പോഴത്തേക്കും കറക്റ്റ് സത്യഭാമയുടെ എൻ്റെയാണ്. സത്യഭാമ വരും, സത്യഭാമ മാത്രമേ എന്നുള്ളൂ, എടി വിഷ്ണു എന്തേ, അവൻ വന്നില്ല, അവനെ കാണാൻ പറ്റില്ല, ആരാ ആ ചന്ദ്രബോസ് എന്നോ കാണാൻ സമ്മതിക്കാതെ വന്നിട്ട് ഈ രാഘവൻ ചോദ്യം പറയുന്നുണ്ട്, അല്ല ചന്ദ്രബോസ് അല്ല, എൻ്റെ മകൻ തന്നെ എന്നെ കാണണ്ട എന്ന് പറഞ്ഞ് കാണിച്ചാണ് അടുത്ത എപ്പിസോഡ്, ഇന്ന് രാത്രി കാണാൻ പോകുന്ന എപ്പിസോഡ്. ഇനി ഇതിൻ്റെ ഒരു ഏകദേശം ബ്രീഫ് ഇന്നലെ തന്നെ പറഞ്ഞാൽ, പക്ഷേ എന്നാലും മലയാളത്തിലുള്ള ചില മാറ്റങ്ങളും കൂടെ ചേർത്തിട്ടാണ് ഇന്ന് ഇത് ജസ്റ്റ് എന്താണ് ഒരു 4 മിനിറ്റ് പറഞ്ഞത്. ഇനി ബാക്കിയാണ് അടുത്ത ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്.
പിറ്റേ ദിവസം കഴിഞ്ഞ് നമ്മുടെ സത്യഭാമ എന്താണ് വിഷ്ണുവിന് വേണ്ടി ഫുഡ് ഉണ്ടാക്കാനായിട്ട് അടുക്കളയിൽ കയറും. അപ്പോൾ സ്വന്തം കൈകൊണ്ട് തന്നെ വിഷ്ണുവിന് ഇഷ്ടപ്പെട്ട മാമ്പഴ പുളിശ്ശേരിയും കാര്യങ്ങളൊക്കെ വെച്ച് വിഷ്ണുവിൻ്റെ മനസ്സിന് എന്താണ് അന്നേരം ദേഷ്യത്തിന് എന്നോട് കാണിച്ചതേ ഉള്ളൂ. പിന്നെ ബാക്കി എന്താണ് ശാലിനിയോടുള്ള ഇഷ്ടം കൊണ്ട് അവൻ കാണിച്ചതേ ഉള്ളൂ. എൻ്റെ കയ്യിൽ തെറ്റ. അവൻ്റെ മനസ്സിനകത്ത് ഞാൻ എന്തൊക്കെ മുറി ഏൽപ്പിച്ചോ അതൊക്കെ മാറ്റണം. അവൻ എൻ്റെ ഫുഡ് ഞാൻ കൊണ്ടു കൊടുത്ത് അവനെ എൻ്റെ കൈ കൊണ്ട് തന്നെ വാരി കൊടുക്കണമെന്ന് വെച്ചിട്ട് സത്യഭാമ ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് എന്താണ് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ വേണ്ടി അങ്ങ് ചെല്ലുവാണ്. അപ്പം എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് വിഷ്ണു ഇപ്പോഴെങ്കിലും തന്നോട് മിണ്ടു വന്നിട്ട് പോകുന്നെങ്കിൽ വിഷ്ണു സത്യഭാമ കൊണ്ടുതരുന്ന ആ ഒരു ഭക്ഷണത്തിന് തിരിഞ്ഞു നോക്കാനോ വീണ്ടും സത്യഭാമയോട് മിണ്ടാനോ സത്യഭാമയുടെ കയ്യിൽ നിന്ന് ഒരു വായ് മേടിച്ച് കഴിക്കാൻ പോലും വിഷ്ണു നിൽക്കുന്നില്ല. ഇനി മാമ്പഴ പുളിശ്ശേരി അല്ല എന്തൊക്കെ തന്നാലും അമ്മ എന്നെ ഇനി പൊന്നുകൊണ്ട് പുളിശ്ശേരി ചെയ്ത് തന്നാലും എനിക്ക് വേണ്ട. എനിക്ക് ഏറ്റ മുറികൾക്കൊന്നും പകരമാവത്തില്ല അമ്മ ഈ ഭക്ഷണം എന്ന് പറയുന്നത്. അമ്മ തീറ്റിപ്പോറ്റി വളർത്തിയതിനകത്ത് നിന്ന് എനിക്ക് കിട്ടിയത് മുറികളല്ലാതെ മറ്റൊന്നും കിട്ടില്ല എന്ന് വിഷ്ണു പറയുമ്പോൾ സത്യഭാമ വീണ്ടും വിഷ്ണുവിൻ്റെ മുന്നിൽ നാണം കേട്ട് തല താഴ്ത്തി പോകണം. കാരണം വിഷ്ണു ഇങ്ങനെ തന്നോട് ഒരിക്കലും പെരുമാറുന്ന ഒരു കാരണവശാലും ചിന്തിച്ചിട്ടില്ല. കാരണം താൻ പറയുന്ന ആ ഒരു വരയ്ക്കപ്പുറത്തേക്ക് പോയിട്ടില്ലാത്ത മകൻ തന്നോട് തൻ്റെ മനസ്സിലെ വികാരം തുറന്ന് കാണിച്ച് ഇങ്ങനെ ഒരു പ്രതിഷേധം കാണിക്കുന്ന ആദ്യമായിട്ടാണ്. അപ്പോൾ സത്യഭാമ ശരിക്കും തകർന്നു പോകും. കാരണം തൻ്റെ നാശത്തിൻ്റെ കാരണങ്ങളെല്ലാം അമ്മ തന്നെയാണ്. അമ്മയാണ് തൻ്റെ ജീവിതം നശിച്ചതിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദി എന്ന് വിഷ്ണു അടിച്ചും കൂടെ പറയുമ്പോൾ സത്യഭാമ അവിടെ നിന്ന് കണ്ണീരോടുകൂടി ഇറങ്ങി പോകണം. അപ്പോൾ നേരെ പോകുന്ന അമ്പലത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതേ അമ്പലത്തിൻ്റെ വാതിൽ തന്നെ വിഷ്ണുവിന് ബെയിലൊന്നും കിട്ടിയില്ല എന്ന് അറിഞ്ഞിട്ട് സങ്കടപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ പപ്പിമോളും അതുപോലെ നമ്മുടെ സത്യമോളും. അപ്പോൾ രണ്ടുപേരും ഇന്ന് സംസാരിക്കുമ്പോഴത്തേക്കും നമ്മുടെ പപ്പിമോളുടെ വായിന്ന് അറിയാതെ വീഴുന്നുണ്ട്. നിൻ്റെ അമ്മയും പോയെന്ന് ബെയിൽ. എൻ്റെ അമ്മയോ? അല്ല നിൻ്റെ അമ്മ ഓഫീസറല്ലേ സത്യ. അപ്പം നിൻ്റെ അമ്മയ്ക്കും കൂടെ ഇടപെട്ട കാര്യങ്ങളൊക്കെ വേഗം. ഓ അങ്ങനല്ലേ. അപ്പം ഇതുവരെ നമ്മുടെ സത്യമോക്ക് വിഷ്ണുവാണ് തൻ്റെ അച്ഛൻ എന്നുള്ള കാര്യം ഇതുവരെ അറിയത്തില്ല. പപ്പിമോളും കൂടെ ചെന്ന് പ്രാർത്ഥിക്കുകയാണ് എത്രയും വേഗം തന്നെ ബിഗ് ഫ്രണ്ടിനെയും അതായത് വിഷ്ണു അച്ഛൻ എത്രയും വേഗം തന്നെ ജയിലിൽ നിന്ന് പുറത്ത് വരണേ. ഈ ചതിയന്മാരുടെ ചതിയൊക്കെ എന്താണ് ഇല്ലാതാക്കി കളയണമെന്ന് പറഞ്ഞിട്ട് അവർ നല്ലപോലെ പ്രാർത്ഥിക്കും. അപ്പം ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ താഴെ പൂജാരി മറ്റൊരാൾക്ക് കഠിനമായ രീതിയിലൊരു പൂജാകർമ്മം അത് ചെയ്തു കഴിഞ്ഞാൽ താൻ ഉദ്ദേശിക്കുന്ന എന്ത് കാര്യം നടപ്പിലാകും. അതോടെ തന്നെ ദൈവത്തിന് എന്തെങ്കിലും കോപം ഉണ്ടെങ്കിൽ ആ കോപം ഇല്ലാതാവുന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഒരു പൂജാവിധി പറയുന്നതാണ് അവർ കേൾക്കുന്നത്. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഇവർ പോയി ചോദിക്കുകയാണ് ഞങ്ങൾക്കിത് ചെയ്യണമെന്ന് പറയുമ്പോൾ അയ്യോ കുട്ടികളാണ് നിങ്ങളെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ അടുത്ത് വാശിടിച്ചു പറയാം അല്ല ഞങ്ങൾ ചെയ്തോളാം ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രണ്ടുപേരും കൂടെ ഉണ്ടല്ലോ. അപ്പോൾ രണ്ടുപേരും അതായത് പപ്പിമോള് മാത്രം ചെയ്യാനാണ്. പക്ഷേ പപ്പിമോളുടെ കൂടെ സത്യമോട് പറയുന്നത് ഞാനും കൂടെ ചെന്നു. അപ്പോൾ രണ്ടുപേരും കൂടെ എന്താണ് വെള്ളം കുടമായിട്ട് നേരെ എന്താണ് പൂജാവിഹത്തിലേക്ക് ഒഴിക്കാൻ വേണ്ടി വെള്ളം കുടം താഴ്ന്ന് ചുമന്നുകൊണ്ട് പടികൾ കയറി അങ്ങനെ ഒഴിക്കാൻ തന്നെ തീരുമാനിക്കുകയാണ്. അപ്പം അവരത് ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ സമയത്താണ് സത്യഭാമ എന്താണ് എല്ലാം നഷ്ടപ്പെട്ട് ആദ്യം റോഡിലങ്ങ് ഇരിക്കുക. അപ്പോൾ റോഡിൽ ഇരുന്നിട്ട് പിന്നെ തിരിച്ച് നടന്ന് നേരെ അമ്പലത്തിലേക്ക് വരുമ്പം അമ്പലത്തിൻ്റെ വാതിൽ ഒരു ഭിക്ഷക്കാരിരിക്കുന്ന കാണും. അപ്പം എല്ലാവരോടും യാചിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് സത്യഭാമ അങ്ങോട്ട് കയറി ചെല്ലുന്ന കാണുന്ന ഇയാൾ സത്യഭാമയുടെ മുന്നിൽ യാചിക്കുക. അപ്പം സത്യഭാമയെ കൈ കൊടുക്കാനായിട്ട് കയ്യിരിക്കുന്ന ഫുഡ് മാത്രമാണ്. അപ്പം ഫുഡിനടുത്ത് എന്താണ് അദ്ദേഹത്തിൻ്റെ യാചന കേട്ട് സത്യഭാമ ആ ഫുഡ് മൊത്തം അദ്ദേഹത്തിന് കൊടുക്കണം. അപ്പം കൊടുത്തിട്ട് സത്യഭാമ മനസ്സൊടിഞ്ഞാണ് നിൽക്കുന്നത്. അപ്പം നേരെ എന്താണ് വീണ്ടും അങ്ങ് പടി കയറിപ്പോയി അങ്ങനെ വിഗ്രഹത്തിൻ്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴേ സത്യഭാമ അങ്ങ് ഭയങ്കരമായിട്ട് ദേഷ്യവും സങ്കടവും എല്ലാം കൊണ്ടും കരയുവാണ്. കാരണം എൻ്റെ മകന് വേണ്ടി മാത്രമാണ് ഇത്രയും അവനോട് എനിക്ക് എന്തുമാത്രം സ്നേഹം ഉണ്ടെന്നുള്ള കാര്യം എന്താണ് മറ്റാർക്കും അറിയത്തില്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവത്തിന് അറിയാമല്ലോ. എൻ്റെ മനസ്സ് നിറയെ എൻ്റെ മകൻ മാത്രമേ ഉള്ളൂ. അവൻ്റെ ജീവിതം നശിക്കണമെന്ന് ഞാൻ ഒരു കാരണവശാലും ആഗ്രഹിച്ചില്ല. പക്ഷേ അവൻ ഇന്ന് എൻ്റെ മുഖം നോക്കി പറയുന്നത് ഞാനാണ് അവൻ്റെ ജീവിതം നശിച്ചു പോകണമെന്ന് ഞാൻ അതിനു വേണ്ടി എല്ലാം പ്രവർത്തിച്ചെന്നൊക്കെ വന്ന് സത്യഭാമ ഒരേറ്റ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കാണി നമ്മുടെ സുസ്മിതയാണ്. അപ്പോൾ നമ്മുടെ സുസ്മിത ആദ്യം ബാക്ക്ഗ്രൗണ്ടിനകത്താണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ശാലിനി അമ്മയോട് പറയുന്നുണ്ട് അമ്മ ഇതിൻ്റെ പിറകിൽ ആരോ മാസ്റ്റർ കളിയെ കളിച്ചിട്ടുണ്ട് ശാലിനി എന്താണ് നമ്മുടെ ശാരദാമ്മയോട് പറയുകയാണ്. അപ്പോൾ ഇതിൻ്റെ പിറകിലെ കാര്യങ്ങളൊക്കെ അവർ സംസാരിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മങ്ങിയ രൂപത്തിൽ നമ്മുടെ സുസ്മിതയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ വീണ്ടും സത്യഭാമ തന്നെ പ്രാർത്ഥിക്കുന്നതാണ് കഴിയുന്നത്. അപ്പോൾ സത്യഭാമ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് എങ്ങനെയെങ്കിലും അവൻ്റെ മനസ്സ് എന്നോടുള്ള ദേഷ്യമൊക്കെ മാറ്റി എന്നോട് എന്താണ് ഭയങ്കര രീതിക്ക് അവൻ്റെ മനസ്സിപ്പം തിളച്ച് പൊങ്ങിക്കൊണ്ടിരിക്കുക. അവൻ്റെ വേദനയുടെ കാര്യം ഒരു പരിധിക്കൊക്കെ ഞാൻ തന്നെയാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാകുന്നു. അവനെ ശാലിനിയും തമ്മിൽ അകറ്റെ ഞാനാണെങ്കിൽ ആ തെറ്റ് ഞാൻ തിരുത്താനും തയ്യാറാണ്. ഞാൻ ചെയ്ത തെറ്റുകളെല്ലാം ഏറ്റു പറഞ്ഞുകൊണ്ട് അമ്മ ഇന്ന് ഈ ദൈവസന്നിധി വെച്ച് തന്നെ അവിടെ എന്താണ് ആ എല്ലാവരും ഭിക്ഷ എടുക്കുന്ന കൂട്ടത്തിൽ പോകുന്നത് ഈ സത്യഭാമയും ഭിക്ഷ എടുക്കാൻ പോകുന്നതിന് ദൈവത്തിൻ്റെ മുന്നിൽ സത്യഭാമ അങ്ങനെ താൻ ഭിക്ഷ എടുക്കാൻ പോകുന്നതിന് സത്യഭാമ പ്രാർത്ഥിച്ച് നേരെ എന്താണ് ആ സാരിയുടെ തുമ്പ് എടുത്ത് മുഖത്തേക്ക് അതായത് ആ തലയും മുഖവും മറയ്ക്കത്തക്ക രീതിക്കകത്ത് ഇട്ടിട്ട് അവിടെ തന്നെ ആ ഭിക്ഷക്കാരനായി യാചിച്ച ഭിക്ഷക്കാരന് പുള്ളിക്കാരി കൊടുത്തല്ലേ ഫുഡ് കൊടുത്ത അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ വന്നിരുന്ന് സത്യഭാമ എന്താണ് താൻ ചെയ്ത തെറ്റുകൾ അപരാധങ്ങളൊക്കെ പുറത്ത് മാപ്പാക്കി കിട്ടാൻ വേണ്ടി പറഞ്ഞിട്ട് അവിടെ നിന്ന് എന്താണ് ഭിക്ഷ എടുക്കുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ വിഷ്ണു മനസ്സിന് കൊടുത്ത ആ ഡോസും ഡയലോഗും കൊണ്ട് സത്യഭാമയുടെ ആ ഒരു അഹങ്കാരത്തിൻ്റെ ആദ്യത്തെ കൊമ്പൊടിഞ്ഞാണ് ഇനി കാണാൻ പറ്റുക. അപ്പോൾ ഇതേ സമയം സത്യഭാമ അവിടെ ഈ ഭിക്ഷ എടുക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ തന്നെ ഈ നമ്മുടെ കുഞ്ഞുങ്ങൾ അതിലേക്കൂടെ തന്നെ കയറി പോകുന്നതുകൊണ്ട് സത്യഭാമ കാണുന്നുണ്ടോ കാണുന്നില്ലേ നമുക്കറിയത്തില്ല. അതാണ് ഇനി കാണാൻ പോകുന്ന എപ്പിസോഡ്. നെക്സ്റ്റ് എപ്പിസോഡ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പോൾ ഇതാണ് ഇനി കാണാൻ പോകുന്ന കുടുംബശ്രീ നെക്സ്റ്റ് എപ്പിസോഡിൻ്റെ ലേറ്റസ്റ്റ് റിവ്യൂ. അപ്പോൾ എല്ലാവരും കാണുക, ചാനൽ ലൈക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ പ്രസ് കമൻസ് ഷെയർ ആരും മറക്കണ്ട. ബൈ.